സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. എറണാകുളം അമ്പലമുകൾ BPCL പ്ലാന്റിലെ ഡ്രൈവർക്ക് കൂലി തർക്കത്തെ തുടർന്ന് മർദ്ദനമേറ്റ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. തൃശൂർ കൊടകരയിൽ വെച്ചാണ് ഡ്രൈവർ ശ്രീകുമാറിനെ CITU പ്രവർത്തകർ മർദ്ദിച്ചത്. പരിക്കേറ്റ ഇയാളെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. അമ്പലമുകൾ BPCLലെ LPG ബോട്ട്ലിംഗ് പ്ലാന്റിൽ ഡ്രൈവർമാർ ഈ സംഭവത്തെ തുടർന്ന് പണിമുടക്കി പ്രതിഷേധിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്ന വിശദാംശങ്ങളുമായി. ഡാനി, ഇതൊരു കൂലിത്തർക്കത്തെ തുടർന്നാണ് മർദ്ദനമേറ്റതെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ CITU പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ടോം, നിലവിൽ അത്തരം നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. പക്ഷേ ഇതുവരെയും ആരെയും അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ആരെങ്കിലും കസ്റ്റഡിയിൽ എടുക്കുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് തൊഴിലാളികൾ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഡ്രൈവർമാർ ഏതാണ്ട് 200ഓളം പേര് അടങ്ങുന്ന ഡ്രൈവർമാർ പൂർണ്ണമായും തന്നെ നിസ്സഹരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകം തന്നെയും ഏതാണ്ട് 7 ജില്ലകളിലേക്കുള്ള ലോഡ് പാചകവാതക വിതരണം അടക്കം തടസ്സപ്പെട്ടിട്ടുണ്ട്. അതൊരു ഭാഗത്ത്. പക്ഷേ ഇത്രയും ഒരു മർദ്ദനം നടന്നിട്ടും അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഒരു നടപടിയിലേക്കും കാര്യമായി നീങ്ങുന്നില്ല എന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വളരെ ക്രൂരമായിട്ട് തന്നെയാണ് ഈ ഡ്രൈവറെ കയറ്റിറക്ക് തൊഴിലാളികൾ നേരിടുന്നത്. അദ്ദേഹത്തെ ശ്രീകുമാർ എന്ന് പറയുന്ന ഈ തൊഴിലാളിയെ വളരെ നിഷ്ഠൂരമായിട്ട് തന്നെ ഇവർ സംഘം ചേർന്ന് തന്നെ മർദ്ദിക്കുന്നു. അയാളെ നിലത്ത് വീഴ്ത്തുന്നു. ഇങ്ങനെ വളരെയധികം ക്രൂരമായിട്ട് തന്നെ പരിക്ക് അയാൾക്ക് ഏറ്റിട്ടുണ്ട്. അപ്പോഴും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഈ കാര്യങ്ങൾ ഇത്രയും ഓരോരുത്തരെയും മുഖമടക്കം വളരെ വ്യക്തമാവുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടും ഡ്രൈവർ നൽകിയ പരാതിയിൽ കാര്യമായ രീതിയിലൊരു നടപടികളിലേക്ക് അടക്കം പോയിട്ടില്ല എന്നതാണ്. ഇനിയും അത് നടപടിയെടുക്കാനുള്ള ഒരു കാലതാമസം വരുന്നത് കൊണ്ട് തന്നെയാണ് തൊഴിലാളികൾ സമരം പ്രഖ്യാപിക്കും അതിലേക്ക് പോവുകയും ചെയ്യുന്നത്. തങ്ങൾ ഇതിൽ നടപടിയില്ലാത്ത പക്ഷം തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നവർ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. 7ഓളം ജില്ലകളിലേക്കുള്ള പാചകവാതക വിതരണം BPCL ഇതുമൂലം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഈ സമയം കൊണ്ട് തന്നെ ഏതാണ്ട് 140ഓളം ലോഡുകൾ വിതരണത്തിന് പോകേണ്ടതാണ്. പക്ഷേ ഒന്നും പോയിട്ടില്ല. വിതരണം പൂർണ്ണമായിട്ട് തന്നെ ഇത് ബാധിക്കുന്ന രീതിയിലേക്ക് തൊഴിലാളികളുടെ സമരം മാറിയിരിക്കുന്നു. ഇവർ ആവശ്യപ്പെടുന്നത് ഒരു കാര്യമാണ്. ഈ മർദ്ദനമുണ്ടായ സംഭവത്തിൽ കൃത്യമായൊരു നടപടികൾ വേണം. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇടപെടൽ ആവശ്യമാണ്. തങ്ങളുടെ ഒപ്പം നിൽക്കുന്ന തൊഴിലാളി ഇത്ര കണ്ട് മർദ്ദിച്ചിരിക്കുന്നു. അത് കൂലി തർക്കത്തിൻ്റെ പേരിലാണെങ്കിൽ അത് സംബന്ധിയായ കാര്യങ്ങൾ അന്വേഷിക്കണം. അതിന് ഡ്രൈവറെ ഇത്ര ക്രൂരമായ രീതിയിലേക്ക് മർദ്ദിക്കുകയല്ല വേണ്ടത്. കൃത്യമായ കാര്യങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇത് വളരെ നിഷ്ഠൂരമായി മർദ്ദിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും കൃത്യമായ നടപടികളില്ലാത്തത് കൊണ്ട് തന്നെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ അവർ തീരുമാനം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെയും മറ്റ് നടപടികൾ ഉണ്ടായിട്ടില്ല. ടോം, ഡാനി, ഇപ്പോൾ 200ഓളം ഡ്രൈവർമാരാണ് പണിമുടക്കുന്നത്. ഈ സമരത്തെ തുടർന്ന് 7 ജില്ലകളിലേക്കുള്ള 140ഓളം ലോഡ് സർവീസ് മുടങ്ങിയിട്ടുണ്ട്. ഇത് ഈ പാചകവാതക സർവീസിനൊക്കെ വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രശ്നം, ഈ സമരം പിൻവലിക്കാൻ വേണ്ടി, ഒഴിവാക്കാൻ വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ ഡാനി? ടോം, ഇതിൽ മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. ഈ ഡ്രൈവർമാരുടെ സംഘടനയുമായിട്ടെല്ലാം തന്നെ തൊഴിലാളികളുടെ സംഘടനയുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷെ അവരുമായല്ല ഇത്തരം ചർച്ചകൾ നടത്തേണ്ടതെന്നാണ് അവർ പറയുന്നത്. ഇതിൽ കൃത്യമായ രീതിയിൽ പോലീസിനോട് നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് വേണ്ടത്. ഇവിടെ നിന്ന് ലോഡുമായി പോയ ഒരാളെയാണ് ഈ രീതിയിൽ മർദ്ദിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്തായാലും അത്തരം കാരണങ്ങൾ സംബന്ധിയായ ചർച്ചകൾ ആവശ്യമാണ്. തൊഴിൽ തർക്കത്തിൽ കൂലി പോരായ്മയോ മറ്റു കാരണങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതുമെല്ലാം മറ്റൊരു തലത്തിലാണ്. അതിന് ഡ്രൈവറെ തല്ലിയതുകൊണ്ട് കാര്യമില്ല എന്നവർ പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ നടപടികൾ വേണമെന്ന് അവർ പറയുന്നു. നടപടി എന്ന് പറയുന്നത് തൊഴിലാളിയെ തല്ലിയ ഈ കയറ്റിറക്ക തൊഴിലാളികൾ അവർക്കെതിരെയുള്ള നടപടികളാണ് ആവശ്യം വരുന്നത്. CITU യൂണിയനിൽപ്പെട്ടവരാണ്. ഇവർക്കെതിരെ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാൻ മടിക്കുന്നതെന്നാണ് തൊഴിലാളികൾ ചോദിക്കുന്നത്. CITU പ്രവർത്തകർക്കെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാകണം. അല്ലാത്ത പക്ഷം സമരവുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ നിലവിൽ 7 ജില്ലകളെ ബാധിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. 7 ജില്ലകളിലെ വിതരണത്തിന് പോകേണ്ട 140ഓളം ലോഡുകൾ ഉച്ചവരെയുള്ള സമയം കൊണ്ട് തടസ്സപ്പെട്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിലേക്ക് അത് കൂടുകയും ചെയ്യും. ഇത് വലിയ രീതിയിലുള്ളൊരു ബാധ്യതകളിലേക്കും കാര്യങ്ങളിലേക്കും പോകും. അതുമാത്രവുമല്ല, BPCL ഉപഭോക്താക്കൾക്കടക്കം
ഇതിൽ വലിയ രീതിയിലുള്ള വൈഷമ്യങ്ങളെല്ലാം തന്നെ നേരിടുകയും ചെയ്യും. അപ്പോൾ ഇത്തരം സങ്കീർണതകളിലേക്ക് പോകാതെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം. ഇതിൽ പോലീസിൻ്റെ ഭാഗത്ത് നടക്കും നടപടികൾ ഉണ്ടാകണം. പോലീസിന് ഈ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. മുഖമടക്കം വളരെ വ്യക്തമാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വ്യക്തമാണ്. ഈ അക്രമ സംഭവം അഴിച്ചുവിട്ടവർക്കെതിരെയായ കൃത്യമായ നടപടികളില്ലാത്ത പക്ഷം അത് വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് തൊഴിലാളികളുടെ നിലപാട്. ടോം, ഡാനി, ഈ ഇത്തരൊരു പ്രകോപനത്തിന് കാരണം എന്താണ്? ഈ കൂലിത്തർക്കമാണെന്ന് പറയുന്നുണ്ട്. എത്ര രൂപയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു ഡ്രൈവറെ മർദ്ദിച്ചത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ ഡ്രൈവറുടെ മൊഴിക്കപ്പുറം ഒരു വിശദമായ പരിശോധന പോലീസും അതോടൊപ്പം BPCL മാനേജ്മെന്റ് ഈ വിഷയത്തിൽ നടത്തുന്നുണ്ടോ? ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്? ഇവർക്ക് ഈ നിലവിലുള്ള നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കൂലിക്ക് അപ്പുറത്തേക്ക് മറ്റേത് രീതിയിലുള്ളൊരു തർക്കമാണ് ഇവർക്കിടയിൽ ഉടലെടുത്തതെന്നത് സംബന്ധിച്ചുള്ളൊരു അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റേതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ടാണോ ഇങ്ങനെയൊരു വഴക്ക് അവിടെ രൂപപ്പെടുകയുണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അത് പോലീസാണെങ്കിലും ഇപ്പോൾ പരാതി ലഭിച്ചതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങളിലുള്ളൊരു അന്വേഷണം നടക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും പ്രകോപനപരമായ കാരണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഏത് വിഷയമാണ് ഈ കൂലി തർക്കമെന്ന് ഡ്രൈവർമാർ പറയുമ്പോഴും അദ്ദേഹത്തിന് മൊഴിയിലടക്കം കാര്യങ്ങൾ പറയുമ്പോഴും അതല്ലാതെ മറ്റേതെങ്കിലും സംബന്ധിയായ വിഷയങ്ങളിൽ ഇവർ തമ്മിൽ ഇടപെട്ടുകൊണ്ട് തർക്കമുണ്ടായിട്ടുണ്ടോ എന്നതടക്കം കാര്യങ്ങൾ പരിശോധിക്കുന്നത്. അത് ഇപ്പോഴത്തെ മാത്രമല്ല, നേരത്തെ ഇവിടേക്ക് വരുമ്പോൾ ഏതെങ്കിലും രീതിയിൽ തർക്കം ഉടലെടുത്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. പക്ഷേ തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നു അതൊക്കെ എല്ലാം തന്നെ ശരി തന്നെയാണ്. പക്ഷേ ഒരാളെ ഇത്ര കണ്ട് ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു അവസ്ഥയിലുണ്ടായിട്ട് പോലും അതേസമയം ഇത്ര കഴിയുമ്പോഴും ഒരു നടപടിയില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു നടപടി ഉറപ്പ് വരുത്തുന്നതിന് മാനേജ്മെൻറ്റിന് കഴിയാതെ പോകുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, എന്ത് സ്വാധീനം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്നാണ് തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിലുള്ള അടിയന്തര നടപടികളാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അല്ലാത്ത പക്ഷം സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് തന്നെയാണ് ഇവിടെ ഡ്രൈവർമാരുടെ നിലപാട്. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൂലി തർക്കത്തെ തുടർന്നാണ് ഡ്രൈവറെ CITU പ്രവർത്തകർ ക്രൂരമായി തല്ലിച്ചതച്ചത്.